ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പുറത്ത് ഹോട്ടലിലൊക്കെ പോയി ദോശ കഴിക്കും അതിൻ്റെ കൂടെ ഒരു റെഡ് കളർ ചട്നി ഇട്ടില്ലേ, അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുങ്ങനെ കട്ട് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചുവന്നമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയത് 2 തക്കാളിയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ അളവ് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ചട്നി വേണം, എത്ര തിക്കായിട്ട് വേണം അതിനൊക്കെ അനുസരിച്ച് എടുക്കുക. പിന്നെ ഇത് നല്ല ലൂസാക്കി ഉണ്ടാക്കരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ കറക്റ്റ്. ഇനിയിപ്പോൾ ഞാൻ 2 നല്ല വലുപ്പമുള്ള തക്കാളിയും കൂടി എടുത്തു കൊടുക്കുന്നുണ്ട്. ഇത് ദോശൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് എല്ലാ ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ എല്ലാ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഒപ്പരം തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലല്ലേ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കളറ് കിട്ടും കേട്ടോ, അതാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇത് ചൂട് തണിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് ഞാൻ വേഗം ദോശ ചുട്ടെടുക്കുകയാണ്. ഇത് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ദോശ ചുടാൻ വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ചൂട് ദോശൻ്റെ കൂടി ഒരു ചട്നി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ദോശ കഴിക്കാൻ കഴിയും, അത്രക്കും ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇപ്പം ദോശ ചുടുമ്പോൾ ചെയ്യലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പാനിൽ കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കും. എന്നിട്ട് അത് പാന് നല്ല ക്ലീനായി വന്നാലാണ് ദോശ ചുടൽ, അപ്പോൾ നല്ല കറക്റ്റായി കിട്ടലുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കുക. ഈ ഗീ ഒഴിച്ച ബൗളുണ്ടല്ലോ, അത് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ. നല്ല ക്യൂട്ടാണ്. കറക്റ്റ് നമ്മൾ ഈ ദോശയൊക്കെ ചുടുന്ന സമയത്ത് ഇങ്ങനെ ആക്കി വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സ്പൂൺ കൊണ്ട് എടുത്ത് ഒഴിക്കാൻ പറ്റുമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയി എന്തോ പോലെ ആവും. അപ്പോൾ ഇതിലാക്കി വെക്കുമ്പോൾ കറക്റ്റാണ്. അങ്ങനെ ഞാൻ ഇതാ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഇനി അടുത്ത ദോശ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ദോശയല്ല, അടുത്ത ദോശൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചട്നീൻ്റെ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ചൂടണിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം, അതായത് ഇതൊന്ന് അടിഞ്ഞ് കിട്ടാനുള്ള മാത്രം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചുവന്നമുളക് കുറച്ചൊരു 3-4 ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതാ ഇനി ഇത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത് വരാം കേട്ടോ. അങ്ങനെ ഞാൻ അതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെയാണ് ഞാൻ അടിച്ചെടുത്തത്. ഇനി നേരെ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ്
ഫസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കരിവേപ്പിലയും ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ചില സമയത്ത് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും കരിവേപ്പിലയും പൊട്ടിച്ചിട്ട് അതിലേക്ക് ഈ ചട്നി ഒഴിച്ചിട്ട് ഒരു മിനിറ്റോ 1-2 മിനിറ്റ് അങ്ങനെ തന്നെ ഒന്ന് ജസ്റ്റ് ചൂടാക്കാൻ വെക്കലുണ്ട്. ഇന്നിപ്പം ഇങ്ങനെ ആട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇതാ കടുകും കരിവേപ്പിലയും പൊട്ടിച്ചതിന് ശേഷം നമുക്കിത് ചട്നീൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രക്കും ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ദോശൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ചട്നിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് മോസം ഫാഷൻ ടൈപ്പ് ചെയ്താൽ നമ്മൾ ക്ലോത്തിങ്ങിൻ്റെ ചെറിയൊരു ബിസിനസ് നടത്തുന്ന പേജ് കിട്ടും. നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബായ്.